ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മെയ് 17 ആണ് കേട്ടോ. ഞങ്ങളെ ഹിലൂന് ഇന്ന് 2 വയസ്സാവാണ്. അവൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ, മാഷാ അല്ലാ. അവൾക്ക് 2 വയസ്സായപ്പോഴേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ ഗാലറി അവളുടെ ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ, അവർ കുറേ വലുതാവുമ്പോൾ നമുക്ക് അവർ കുഞ്ഞായി കഴിയുമ്പോഴുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കാലത്തെ ഫോട്ടോസൊന്നും കാണാനേ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ കിട്ടുമ്പോഴൊക്കെ മാക്സിമം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെക്കാറുണ്ട്. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ എടുത്തു വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രസമല്ലേ. ഇപ്പോൾ 2 വയസ്സായി, ഇപ്പോൾ എന്തോ ഒരു ചേഞ്ച് അവൾക്ക് വന്നത്. അപ്പോഴേക്കും ഇതാ ഹീലുമ്മ എഴുന്നേറ്റിട്ടുണ്ട്. അവൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ബർത്ത്ഡേ ആണെന്ന് അവൾക്ക് അറിയാം. എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നും ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കണം, എന്നാലേ അവളുടെ ഒരു മോർണിംഗ് ആവുള്ളൂ. ഹായ് ഹായ് ഫ്ലൈങ് കിഷ് വരുമോ? ഫ്ലൈങ് കിഷ്. ഇന്ന് ഹിലുവിന്റെ എന്താണ്? ഇന്ന് ഹിലുവിന്റെ എന്താ? എന്താ പറയേ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ സുന്ദരിമേ, ഈ സുന്ദരിമേ. അങ്ങനെ ക്ലിനിക്കിൽ പോകാനായിട്ട് നമ്മൾ റെഡിയായി കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കാറിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അവളുടെ പാട്ടുകൾ ഇടുക എന്നുള്ളതാണ്. അവൾക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് തന്നെ റിപ്പീറ്റ് മോഡിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. നമുക്ക് മടുത്താലും അവൾക്കത് മടുക്കില്ല. ചിലപ്പോൾ നമ്മളൊരു ദിവസം ഫുൾ ആ പാട്ട് കേൾക്കേണ്ടി വരും. ഇപ്പോൾ പ്രേമലൂലെ പാട്ട് ഇലുമിനാറ്റിയൊക്കെയാണ് അവളുടെ ഫേവറേറ്റ്. പിന്നെ നമ്മൾ അവൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഒരു സ്റ്റാർലൈറ്റ് കളക്ഷനിൽ വരുന്നൊരു മാലയും പിന്നെ ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റും. അവളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ വാങ്ങിച്ചൊരു വള ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ സൈസ് ഔട്ടായി. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിങ്ങനെ ഒരു മാലയും ബ്രേസ്ലെറ്റും ആക്കി. അവൾക്ക് ഇടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചു എന്ന് മാത്രം. പിന്നെ മരിബൊക്കെ നിസ്കരിച്ച് നമ്മൾ ക്ലിനിക്കൊക്കെ അടച്ചിട്ട് വന്നു. ഇവിടെ മൊറയൂരുള്ള സുൽത്താൻ പാലസിലാണ് കേട്ടോ നമ്മൾ ഡിന്നറിന്ന്. അപ്പം ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഹിലുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പുതിയ ഡ്രസ്സും പിന്നെ കേക്കൊക്കെ കണ്ടിട്ടുള്ള സന്തോഷത്തിലാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തുന്നത് വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൊണ്ടോട്ടിന്ന് ഉമ്മാനും ഉപ്പാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പുറത്ത്. ഇവിടെ താഴെ റെസ്റ്റോറൻറ്റും മുകളിൽ പാർട്ടി ഹാള്, കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് മുകളിൽ ഒരു ചെറിയ റൂം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ അത് മതി. കേക്ക് കട്ട് ചെയ്തിട്ട് താഴെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹിലുവിന്റെ ഡ്രസ് ഒന്ന് കാണിക്കട്ടെ. കേക്ക് നമ്മൾ തലേ ദിവസം തന്നെ കേക്ക് സ്റ്റുഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ പറഞ്ഞത്. അധികം വലുതാക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ആ കുറച്ച് പേരല്ലേ ഉള്ളൂ, പിന്നെ അധികം പേരും കേക്ക് കഴിക്കില്ല. അപ്പോൾ അത് തന്നെ മതി. അവൾക്കൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കേക്കാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് താഴെ പോയി ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇലു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അവൾ ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിത് ആ കേക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ കേക്ക്. ക്യൂട്ടായിട്ടില്ലേ? നല്ല ഭംഗിയില്ല, സിമ്പിൾ കേക്കാണ് കേട്ടോ. അങ്ങനെ ഹീലു 2 ഉപ്പമാരെയും കൂടെ കേക്കൊക്കെ മുറിച്ചു. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ നോക്കിയത്. ഇതിപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഞങ്ങൾ അവരുടെ അടുത്ത് ചോക്കോ ട്രഫിളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് തന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഹിലൂനൊക്കെ കൊടുത്തു. അവൾ സാധാരണ കേക്ക് കഴിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റിൽ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. 1-2 കുഞ്ഞു പീസൊക്കെ കഴിച്ചു എന്നല്ലാണ്ട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഒക്കെ കഴിക്കാനായിട്ട്. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കേക്ക് കട്ടിങ്ങിൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും അവളെ മൂടൊക്കെ പോയിട്ടുണ്ട്. അവൾക്കൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇന്ന് രാവിലെ തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണത്തെ ബർത്ത്ഡേക്ക് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അന്ന് നമ്മൾ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബലൂണൊക്കെ വീർപ്പിക്കുന്നതും പിന്നെ അവൾക്ക് അവിടെ മിക്കി മൗസും മിന്നി മൗസിൻ്റെയൊക്കെ ബലൂണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അന്ന് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കാക്കും റിനിയും എമിയും പിന്നെ അവളുടെ ഫേവറേറ്റ് ഷിബു അപ്പാപ്പയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവരാരും ഇല്ല കേട്ടോ. കാക്കുമൊക്കെ ഉമ്രക്ക് പോയതാണ്. അപ്പോൾ അവൾക്ക് എമിച്ചുവിനെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ അവൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ കൊടുത്തു നോക്കിയെങ്കിലും അത്ര ഇൻട്രസ്റ്റിലല്ല കേട്ടോ അവളത് കഴിക്കുന്നത്.
സാധാരണ നമ്മളൊരു കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവളെ കാണാണ്ടാണ് കഴിക്കാറ്. കാരണം അവൾ കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവനും ഒക്കെ വേണ്ടി വരും കൂട്ട. അത്ര ഇഷ്ടമാണ് അവൾക്ക് കേക്ക്. പക്ഷെ ഇന്നിപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ആര് കൊടുത്തിട്ടും അവൾ കഴിക്കുന്നില്ല. ഫുള്ളുണ്ട്. ആവേശത്തിലില്ലേ മോനറിയാൻ പതുക്കെ മറിക്കും. ഒന്ന് കൊടുക്കിയത് വീഡിയോ ഇല്ല. അതാ തൊപ്പി തൊപ്പി ഹീലോ തൊപ്പി. ചിരിക്കി ചിരിക്കി ചിരിക്കി. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടോ. ഇനി ഫുഡൊക്കെ ഓർഡർ ചെയ്യണം വേഗം. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ട്. അപ്പം ഞാനത് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ടേബിളൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഫിഷ് കറി, ചിക്കൻ കറി, പിന്നെ അൽഫാമും പൊറോട്ടയും ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഫുഡ് എത്താനായിട്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴയില്ലെങ്കിൽ ഇവിടുത്തെ പാർക്കിൽ ഹിലുവിനെ കയറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറ്റില്ല, കാരണം എല്ലാം നനഞ്ഞിട്ടുണ്ടാവും. ഇനി വേറെ ദിവസമാക്കാം. അപ്പോഴേക്കും ഇതാ ഇവിടെ കുഞ്ഞാമ്മയും ഫാമിലിയൊക്കെ വന്നു കേട്ടോ. അവർ ഇന്ന് ദുബായിൽ നിന്ന് എത്തിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. എന്തായാലും അവർക്കും കേക്കൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫുഡ് എത്തി. എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ കൊണ്ടോട്ടിക്കാണ് കേട്ടോ വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഷിജു ഹിലുവിനായിട്ട് 2 ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കളറിങ് ബുക്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഈ ഒരു ബുക്ക് കണ്ടപ്പോൾ. പിന്നെ അവൾക്ക് അവളുടെ സീനു മമ്മി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഉടുപ്പുകളാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള കളേഴ്സായിരുന്നു. ഒരു യെല്ലോ കളറും പിന്നെ അതുപോലെ തന്നെ ഒരു പർപ്പിൾ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കിടക്കാൻ പോയത്. പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഹിലുവിൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗായിരുന്നു. വലിയ ഗ്രാൻഡായിട്ടൊന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അവൾക്കൊരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്.